ഷാജന് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ ആ ഇഷ്ടത്തിന് പിന്നെ പരിധികളില്ല, അത് പിന്നെ ലിമിറ്റ്ലെസ് ആണ്. അങ്ങനെ ഇഷ്ടമുള്ള ആളെ ഷാജൻ നന്നായി ഉയർത്തിക്കൊണ്ടുപോകും, നന്നായി പ്രൊമോട്ട് ചെയ്യും എന്ന് പറഞ്ഞത് മനഃപൂർവ്വം പ്രൊമോട്ട് ചെയ്യും എന്നല്ല, പക്ഷേ അത് എല്ലായ്പ്പോഴും അങ്ങനെ ആയി പോകും. ആ ആളെ ഏതറ്റവും വരെ അദ്ദേഹം കൊണ്ടുപോകും. ഉദാഹരണങ്ങളുണ്ട്, 2-3 ഉദാഹരണങ്ങൾ പറയാം. ശശി തരൂർ തന്നെ നല്ല ഒരു ഉദാഹരണമാണ്. ശശി തരൂരിനെ കുറിച്ച് മാത്രം പലപ്പോഴായി ഷാജൻ ഒട്ടേറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ശശി തരൂർ കഥാപാത്രമായി വരുന്ന എല്ലാ വീഡിയോയിലും ഷാജൻ ശശി തരൂരിന് കലവറയില്ലാത്ത പിന്തുണ കൊടുത്തു. അത്രമാത്രം സ്റ്റഫുള്ള ആളാണ് ശശി തരൂർ എന്നായിരുന്നു ഷാജൻ്റെ നിലപാട്. അതൊരു തെറ്റല്ല. എന്നാൽ ശശി തരൂരിനെ ആദ്യമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആക്കിയത് ഷാജൻ തന്നെയാണ്. ശശി തരൂർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകണമെന്ന് ഷാജനല്ലാതെ ആരും പറഞ്ഞതായി എനിക്കറിയില്ല. എന്നാൽ ശശി തരൂർ കോൺഗ്രസിലെ ഏറ്റവും സ്വീകാര്യമായ ഒരു മുഖ്യമന്ത്രി മെറ്റീരിയൽ ആണ് എന്ന് പലപ്പോഴും ഷാജൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ശശി തരൂർ അങ്ങനെ ഒരാളല്ല എന്ന് എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. തീർച്ചയായും അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആകാൻ എന്തുകൊണ്ടും യോഗ്യൻ തന്നെയാണ്. എനിക്ക് ആ കാര്യത്തിൽ ഷാജനോട് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ ഈ വർഷത്തിൻ്റെ ആദ്യം തന്നെ ശശി തരൂർ പാർട്ടിയുമായി അകലുന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഷാജൻ ചെയ്ത ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം തന്നെ, അത് ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം. ശശി തരൂർ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്ത് കേരളത്തിൽ വികസനം നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഷാജന് ശശി തരൂരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ആ വീഡിയോയിൽ തരൂരിനെ ഷാജൻ പൂർണ്ണമായി തള്ളിക്കളയുന്നൊന്നുമില്ല, എന്നാൽ അതോടെ ഷാജൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്.